ഭൂമിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് ആദ്യം ചെയ്യുന്ന പ്രക്രിയ കരയുക എന്നുള്ളതാണ്. അവിടെ തുടങ്ങുന്നതാണ് കരച്ചിൽ. കരഞ്ഞ് 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 കലങ്ങിയ കണ്ണുമായി എത്രയോ കണ്ണുനീരാ ധാരധാരയായി താഴേക്ക് വീണിട്ടുള്ളത്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ കണ്ണുകൾ ഈറനണിയാറുണ്ട്. പക്ഷെ പലപ്പോഴും കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന കണ്ണുനീർ തുള്ളികൾക്ക് അളവില്ല. അത് ധാരാളമായിട്ടൊഴുകും. അതെന്തേലും ഉണ്ടായിരുന്നുവെന്ന് ആരും ചിന്തിക്കാറുമില്ല. ഒരുപക്ഷെ വിവിധമായ കാരണങ്ങളാൽ ആളുകൾ കരയാറുണ്ട്. ആ കരച്ചിലൊക്കെയും ആരും കാണുന്നില്ല. ഒരുപക്ഷെ രാത്രിയുടെ യാമത്തിൽ വേദനപ്പെട്ടിരുന്ന കരയുന്ന കരച്ചിലുകളുണ്ട്. ഒരുപക്ഷെ ലോകത്താർക്കും ആ കണ്ണുനീര് കാണുവാൻ കഴിയില്ല എന്നും വന്നേക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കണ്ണുനീര് ശേഖരിച്ച് വെക്കുന്ന ഒരുവനുണ്ട്. ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തിയുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി സൂക്ഷിച്ച് അതിന് തക്കതായ മറുപടി നൽകുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ കരയുകയല്ല, ദൈവസന്നിധിയിൽ നമുക്ക് കരയാം. താഴേക്ക് വീഴുന്ന ഓരോ തുള്ളിയും തുരുത്തിയിൽ അളന്നു വയ്ക്കുന്ന ദൈവത്തിന് മുമ്പാകെ നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞാൽ അതൊരനുഗ്രഹമാണ്. അതിന് തക്കതായിരിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. ആരുടെയും മുമ്പിൽ കരയുണ്ട കേട്ടോ. ദൈവം മുമ്പാകെ നമുക്ക് കരയാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.